ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചൊരു വീഡിയോ കേട്ടോ. അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ദിയാൻ്റെ ബർത്ത്ഡേ ചെറിയ രൂപത്തിലൊന്ന് ബേക്കറിയിൽ പോയിട്ടൊന്ന് ചെറുതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊതുവെ ബർത്ത്ഡേകളൊന്നും ആഘോഷിക്കാറില്ല കേട്ടോ. അതിനൊന്നും ഹസ്ബൻഡിന് ഇഷ്ടമില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ആഘോഷം തന്നെ മൂത്ത ആളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ആൾക്ക് അനിയൻ്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം, മറ്റുള്ള കുട്ടികളുടെ അനിയന്മാരുടെ ബർത്ത്ഡേ ഒക്കെ അവരൊക്കെ ആഘോഷിക്കുന്നുണ്ട്, കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, മിഠായി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഇക്കാനോട് പറഞ്ഞപ്പോൾ അപ്പം എന്നാൽ ഓക്കെ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊരു മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം ഒരു രാത്രിയിലാണ് പോകുന്നത്. ഞങ്ങളിവിടെ പോയിട്ടുള്ളത് മലപ്പുറത്ത് KR ബേക്കറിയിലാണ് കേട്ടോ. അവിടുത്തെ കേക്കാണെങ്കിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവിടുത്തെ ഫുഡ് തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ KRൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ് കേട്ടോ KR. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ KRൽ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതാ ചെറിയ ആൾ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ പറഞ്ഞത് ദിയാൻ്റെ ബർത്ത്ഡേ നമ്മൾ ഇവിടുന്ന് കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മളിവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിത് ആദ്യം തന്നെ കേക്കിൻ്റെ സെക്ഷനിലേക്കാട്ടോ പോയത്. അപ്പോൾ ഇവിടെ ഒരുപാട് കേക്കുകൾ നല്ല രസത്തിലുള്ള നല്ല ടേസ്റ്റുള്ള കേക്കുകളും കാണാനും നല്ല ഭംഗിയുള്ള കേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ചെറിയൊരു പീസ് കേക്കും അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് മതി എന്നാണ് കേട്ടോ ദിലു പറഞ്ഞത്. അപ്പോൾ അവൾക്ക് റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയാൽ റെഡ് വെൽവെറ്റ് ചെറിയൊരു കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 kg ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടേബിളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ ഫേസൊന്നും കാണിക്കാനൊന്നും ഇഷ്ടമില്ല, കുട്ടികളൊന്നും കാണിക്കാനൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കാണാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ബർത്ത്ഡേൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് അവന് 1 വയസ്സായിട്ടുണ്ട് ഇന്നേക്ക്. അപ്പോൾ അവന് 8ാം മാസത്തിലാണ് കേട്ടോ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ അതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വലിയ കേക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാനാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഇവിടുന്ന് അവർ കരച്ചിലും ബഹളമൊക്കെ ആയ സമയത്ത് അപ്പോൾ പിന്നെ ദിലുവിന് പറഞ്ഞ് ഇവിടുന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അവളാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. അവൾ കട്ട് ചെയ്തത് റെഡി ആവാത്തതുകൊണ്ട് ഞാനും കൂടെ കട്ട് ചെയ്തപ്പോൾ ഒന്നും കൂടെ കൊളായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ദിയാൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പോൾ പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഉപ്പച്ചിക്ക് ഇതിനൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. സാധനങ്ങളൊക്കെ വാങ്ങിത്തരും, ഫുഡ് കഴിക്കുക, അങ്ങനത്തെ ഒക്കെ. ഇങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ടീവ് അല്ല.
എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് ഇതാ സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിന് തന്നെ അൽഹംദുലില്ലാ. പിന്നീട് അവിടെ ഒരു കേക്കിൻ്റെ കൊലപാതകം തന്നെ നടന്നു എന്ന് പറയാം കേട്ടോ. അതുപോലെയുണ്ട് കേക്കിനെ ആകെ കുത്തിക്കീറി ഒരു പരിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അതാ കേക്കൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ബാക്കി ഞങ്ങൾ പാർസലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഈ ഒരു പാർട്ടി ഞങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നല്ലൊരു സന്തോഷ നിമിഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഒരു പാർട്ടിക്ക് കൊണ്ടുപോയി ഞങ്ങളപ്പച്ചക്ക് ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സന്തോഷ നിമിഷം നിങ്ങളിലേക്കും ഷെയർ ചെയ്തു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.